ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അനുഭവിക്കേണ്ടി വരും, ഇരുന്നും കിടന്ന് നിരങ്ങിയൊക്കെ. വടി കൊടുത്ത് അടി വാങ്ങേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? സ്വന്തമായൊരു വീടും ധൂർത്തടിക്കാൻ പണവും കിട്ടിയപ്പോ ആ അമ്മായിയമ്മയെ കൊണ്ട് തന്നെ അടിമപ്പണി ചെയ്യിച്ചു. നന്ദിയുണ്ടെന്ന് പറഞ്ഞേക്കടാ നിന്റെ ഭാര്യയോട്. മതി മാധവേട്ട, മക്കൾക്കും മരുമക്കൾക്കും വേണ്ടി ചെയ്ത ത്യാഗങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച വരയായിട്ട് കണ്ടാ മതി. നമുക്കിറങ്ങാം. ആ, ഇറങ്ങാം. മോനെ, ഞങ്ങൾ ഇറങ്ങാം മോനെ. എന്റെ പേരും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ ഇനി വഴക്കിടണ്ട കേട്ടോ. മീനാക്ഷിയെക്കുറിച്ച് സുചിത്രയും ചന്ദ്രുവും പറഞ്ഞു കേട്ടു. നേരിൽ കാണാൻ കഴിഞ്ഞത് ഭാഗ്യമായി. ചന്ദ്രുവിന് ചെയ്തു കൊടുത്ത സഹായങ്ങൾക്കൊക്കെ നന്ദിയുണ്ട് മോളെ. മീനാക്ഷിയുടെ അമ്മ മരിച്ചത് അടുത്ത കാലത്താ. അച്ഛനെ കുറിച്ച് അവൾക്ക് ഓർമ്മ പോലുമില്ല. അച്ഛന്റെ പ്രായമുള്ള ഒരാള് പെട്ടെന്ന് മോളേന്ന് വിളിച്ചപ്പോ സന്തോഷം കൊണ്ട് തേങ്ങിപ്പോയതാ. അതിനെന്താ, മീനാക്ഷി എനിക്ക് മോളെ പോലെയാണല്ലോ. അച്ഛാന്ന് തന്നെ വിളിച്ചോട്ടെ. ജഗതേ, ശരി. മീനാക്ഷി, സുത്രേ, 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 ഒരു ചായ. മൂപ്പിൽസ് എവിടെ ഇല്ലേ? സാധാരണ മുന്നിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണല്ലോ. പൂട്ടിനും കുളത്തിനൊക്കെ ഇപ്പൊ എന്താ വില? GST കുറഞ്ഞിട്ടും സാധാരണക്കാർക്കൊന്നും വലിയ ഗുണം ചെയ്തിട്ടില്ല. പഴയ വീടായിരുന്നെങ്കിലേ വല്ല പാണ്ടിപ്പൂട്ടും വാങ്ങി പൂട്ടിയാൽ മതിയായിരുന്നു. ക്ലാസ് എടുക്കണം, അതിനി എത്രയാവോ എന്തോ. ചായ കിട്ടിയില്ലോ. സുത്രേ, സുത്രേ, സുത്രേ. ഇവളിതെവിടെ പോയി? അച്ഛനെ കാണുന്നില്ലല്ലോ. വിളിച്ചു നോക്കാം. ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇനി അച്ഛനെ വല്ല വയ്യായികൻ എങ്കിലും വിളിക്കുമായിരുന്നല്ലോ.
ആ നിർത്തിയേ, ഒരോട്ടം പോണം. ആ കേറിക്കോ. ജഗതേ, മോളെ പോയിട്ട് വിളിക്കാട്ടോ. ശരി. കേറ്. അമ്മ ഞങ്ങൾ പോട്ടെ. വിളിച്ചല്ലേ മീനാക്ഷി. പോയിട്ട് വാ. കേറ് മോളെ. ശരി എന്നാ. ശരി. അങ്ങനെ ചന്ദ്രികാമ്മ രക്ഷപ്പെട്ടു. ചന്ദ്രികാമ്മ പോയപ്പോ എന്റെ ചങ്ക് പറിച്ചെടുത്ത പോലൊരു തോന്നല്. വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നുന്നു. വിഷമിക്കേണ്ട കുട്ടി, അവരൊക്കെ മനുഷ്യത്വവും നന്ദിയുള്ളവരാ. അവര് നമ്മളോടൊപ്പം എന്നും ഉണ്ടാകും. അങ്ങനെ വാർത്തകളെല്ലാം കൃത്യമായിട്ട് കൊടുത്ത് ആ ശാപം പിടിച്ച് തള്ളി ഓടിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അടുക്കള പാർട്ടികളുടെ ഐക്യമേ സമ്മതിച്ചിരിക്കുന്നു. ദേ ഹരിതേ, അടുക്കള പാർട്ടികളാണെന്ന് അറിയാലോ. ചപ്പും ചവറും ഒക്കെ മാറ്റുന്ന അടുക്കള പണിക്കാരുടെ നാക്ക് മോശ. കേക്കണ്ടെങ്കി കേറിപ്പിക്കോ. ഭാര്യയെ പിടിച്ചേ നീ ചങ്ങലക്കിടടാ. ചന്ദ്രികാമ്മ പോലെ നെരുവിലൊരു സ്ത്രീയെ ശാപജന്മെന്ന് വിളിച്ചതിന് പ്രായച്ചിത്തം ചെയ്യേണ്ടി വരും. അമ്പലത്തിൽ പോയി മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് 101 ഏത്തയിട്ട് മാപ്പ് പറഞ്ഞു. ഇല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും, ഇരുന്നും കിടന്ന് നിരങ്ങിയൊക്കെ. വടി കൊടുത്ത് അടി വാങ്ങേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? കൊട്ടാ